ഹായ് വെൽക്കം ബാക്ക് ടു നിസി വ്ളോഗ്സ്. അപ്പം റമദാൻ ഡേ 4 ആയിട്ടോ ഇന്ന്. അപ്പോൾ എത്ര പെട്ടെന്നല്ലേ കഴിഞ്ഞ് പോണ്. ഇനിയിപ്പോൾ ആദ്യത്തെ 10 പെട്ടെന്ന് കഴിയും, പിന്നെ രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10 അങ്ങനെ പെട്ടെന്ന് റമദാൻ പോണ അറിയില്ല. അപ്പോൾ നമ്മളിനി നമ്മളെ ഡ്യൂട്ടിയിലേക്ക് കിടക്കാം. കിച്ചണിലോട്ട് പോവാണ്. അപ്പോഴാ ചിക്കൻ ഫ്രിഡ്ജിലാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ എടുത്ത് വരാം. പിന്നെ ചിക്കൻ കറിയും പിന്നെ എന്താ പറയുക തേങ്ങാച്ചോറുമാണ് ഇന്ന് വെക്കാന്ന് പറഞ്ഞാൽ. തേങ്ങാച്ചോറോട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. ഈ പത്തിരി വലിയ ഇഷ്ടമല്ല, അപ്പോൾ എന്നും പത്തിരി ആക്കണ്ട, മാറ്റിക്കളി എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് റൈസും വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് വെള്ളത്തിൽ കുതിരാൻ വെക്കാം. ചിക്കൻ കറിയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ട് വേണം. പക്ഷെ ഓൾറെഡി ഇവിടെ ഉള്ളിയും ഇതൊക്കെ തൊലിച്ച് ഫ്രിഡ്ജിൽ വെക്കലാണ് കേട്ടോ. അവന് ആവശ്യത്തിന് ഇങ്ങനെ എടുത്താൽ മതി. ഇത് തൊലിക്കാനല്ല എൻ്റെ പണി. അപ്പം പൊലിച്ചൊക്കെയുള്ള മുരിങ്ങൻ്റെ ഇല അവിടെ സെറ്റായിന്, ചെരങ്ങക്കറി ഇവിടെ സെറ്റായിന്, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ മുളക് ഇട്ടിക്കാണ്, ഇന്ന് തേങ്ങ അരച്ചല്ല, ഇന്നൊന്ന് മുളക് ഇട്ട് മാറ്റി പിടിച്ചു. ദെൻ ഇത് നമ്മളെ സ്നാക്സിലേക്കുള്ള കൂട്ടാണ്. സ്നാക്സ് എന്താ ഗസ് ചെയ്യാൻ പറ്റുമോ? അതിക്കുള്ള ചിക്കനാണ് ക്രഷ് ചെയ്യാനുള്ളത്. ഫിഷും റൈസൊക്കെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ക്രഷ് ചെയ്ത ചിക്കൻ ഇതാ നമ്മൾ സ്നാക്സിൻ്റെ കൂട്ടിലേക്ക് ഇട്ടു. ഈ കൂട്ട് ഗസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കൂട്ട് തന്നെയാണ് എല്ലാത്തിൽ കൂടെ എന്താ പറയുക സമൂസയ്ക്കും ഒക്കെ. പക്ഷെ ബ്രെഡ് കണ്ടപ്പോൾ ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അതന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വത്തക്ക ഇന്നെന്താക്കാം, വെള്ളം അടിക്കാമെന്ന് വിചാരിച്ച്. ഷുഗറൊന്നും ഇല്ലാതെയാണ് ഇതടിക്കണത്. അപ്പോൾ ഇതിൻ്റെ മധുരം തന്നെ ഉണ്ട്. വത്തക്ക പീസാക്കി കഴിക്കണാട്ടിയും കൂടുതൽ പോവുക വെള്ളമാകുമ്പോൾ. വെള്ളമാണ് എല്ലാവർക്കും നല്ലോണം വേണ്ടത്. ഫ്രൂട്ട്സൊന്നും കട്ടാക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് ആരും പോളിങ് ഇല്ല. വെള്ളം എത്ര അടിച്ചാലും ഇവിടെ നല്ല പോളിങ് കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ റോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. അത് കുറച്ച് ടൈം എന്ത് എടുക്കും. അപ്പം അത് തുടങ്ങാം. അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ റെഡിയാക്കി വെക്കാതിരിച്ച് ഇതിങ്ങനെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് ഇതിങ്ങനെ ഒരു പത്തിരി പോലെ ആക്കിയിട്ട് കൂട്ട് നടുവിൽ വെച്ചിട്ട് വേണം നമുക്കിത് എന്ത് ചെയ്യാൻ റോളാക്കി എടുക്കാൻ. ഇപ്പോൾ റോളൊക്കെ ആക്കിയതിൻ്റെ ശേഷം 2 എഗ്ഗ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്ത് വെക്കും. പിന്നെ ബാങ്ക് കൊടുക്കാൻ നേരെ പൊരിക്കുള്ളൂ. അപ്പോൾ ഇത് ആ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് ഫ്രൈ ആക്കുകയാണ്. കറക്റ്റ് 6 മണി കഴിയുമ്പോഴാണ് ഇത് ഫ്രൈ ആക്കുക. ആ ടൈമിന് അങ്ങനെ തന്നെ എത്തുള്ളൂ ബാക്കി പണി കഴിയുമ്പോഴത്തേനും. അപ്പോൾ ഇവിടെ ചീര നുള്ളുണ്ട് താത്ത. ഇനിയിപ്പോൾ നാളെ തൊലിച്ചേക്കത് ഇന്ന് നുള്ളി റെഡിയാക്കി വെച്ചാൽ നാളെ പെട്ടെന്ന് ആക്കല്ലോ പറഞ്ഞ്. തരിക്കഞ്ഞിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ഫ്രൈയും നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞു. ഇന്നലത്തെ ജ്യൂസ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ, ഗ്രേപ്സ്. ഇത് കുറച്ച് മധുരം അറിയുണ്ട്, ഇത് പെൻഡിങ് ആയി. അപ്പോൾ അത് കുടിച്ച് തീർക്കണമല്ലോ, ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് മധുരം ഇല്ലാതെയാണ് വാട്ടർമെലൺ അടിച്ചത്. അപ്പോൾ ടേബിൾ മേലെ മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ ടൈമുണ്ട്. അപ്പോൾ ഫുൾ റെഡിയാക്കി വന്നാൽ ബാങ്ക് കൊടുക്കുമ്പോൾ വേഗം കഴിക്കല്ലോ വെച്ച് ഫുള്ള് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം 3 ഐറ്റംസ് ഉണ്ട് കേട്ടോ, കാലിയാവണ അറിയില്ല. പിന്നെ നമ്മൾ നാസ്ത എന്ന് പറയാൻ ഇന്ന് നാസ്തക്ക് വെച്ചത് തേങ്ങാച്ചോറും ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ അത് കഴിച്ചു. എന്തായാലും പിന്നെ തറാവിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിന് കുറേ സോഡ ഒക്കെ മേടിച്ച് വെച്ചിരുന്നു. പിന്നെ സോഡ പരിപാടി തുടങ്ങി കേട്ടോ. നാരങ്ങ സോഡ അടിക്കൽ തറാവ് കഴിഞ്ഞ് മക്കളെല്ലാവരും വീട്ടിൽ കൂടിയിട്ട്
മക്കളെല്ലാവരും തറാവി കഴിഞ്ഞ് ഉസ്താദിൻ്റെ വീട്ടിൽ കൂടിയിട്ട് ഇതാ സോഡക്കുടി പരിപാടിയാണ്. എല്ലാ അയലക്കത്തെ നൈബേഴ്സും മൊത്തമുണ്ട് കേട്ടോ. എല്ലാത്തിനും എക്സാമാണ്. സോഡ കുടിച്ച് പണി പാടുമെന്ന് പഠിച്ചവനക്കറിയാം ഗൈസ്. ഉപ്പിലിട്ടത് സോഡ എല്ലാ ഐറ്റംസും എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കിതിൽ വലിയ എന്താ പറയുക ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഞാനിതൊന്നും കഴിക്കൂല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചില്ലായി. അതിൻ്റെ ശേഷം പിന്നെ ഉസ്താദ് പറഞ്ഞു ഇവിടെ കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ട് കഴിച്ചോളിന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വയറുള്ള സ്ഥലം ഞാൻ ഓൾറെഡി റൈസ് കഴിച്ചാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. അവിടെ നിന്ന് 2 ഡേറ്റ്സ് എടുത്ത് കഴിച്ചു. അപ്പോൾ ഇതെടുത്തപ്പോൾ പറഞ്ഞു ഇതിനാട്ടി ടേസ്റ്റ് മറ്റേതാണ്, എടുത്ത് നോക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ മറ്റേ ഡേറ്റ് എടുത്ത് കഴിച്ച് നോക്കി. അടിപൊളിയാണ്, മാഷാഅല്ലാഹ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓരോ റമദാനും അങ്ങനെ കഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോൻ്റെ ക്ലാരിറ്റിയും പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഫസ്റ്റ് ടൈം എടുക്കല്ലോ, ഒക്കെ റെഡിയാവും ഇൻഷാ അല്ലാഹ്. സോ ബൈ ബൈ.